ശബരിമലയിൽ യുവതി പ്രവേശനം പാടില്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. സുപ്രീംകോടതിയിൽ ദേവപ്രശ്നത്തിൽ ഇക്കാര്യം വ്യക്തമായെന്ന് തന്ത്രി വാദം എഴുതി നൽകിയിരിക്കുകയാണ്. ദൈവിക ശക്തിയിൽ നിന്നുള്ള നിർദ്ദേശമാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. ഇത് പാലിക്കണമെന്നും ഭക്തരായ സ്ത്രീ സമൂഹം നിയന്ത്രണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും തന്ത്രി കോടതിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ശബരിമലയിലെ യുവതീ പ്രവേശന കേസിൽ വളരെ നിർണായകമായ ഇടപെടലാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് തന്ത്രി കണ്ഠരര് രാജീവര് എഴുതി നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ? നിലിമ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച അദ്ദേഹം എഴുതി നൽകിയ അദ്ദേഹത്തിന്റെ വാദങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ദേവപ്രശ്നത്തിൽ ആചാര ലംഘനം പാടില്ലെന്ന് വ്യക്തമായതായി തന്ത്രി കോടതിയെ അറിയിച്ചു. ഇത് ദൈവഹിതമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും അതേപോലെ തന്നെ ദൈവിക ശക്തിയിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണമെന്നുമാണ് തന്ത്രി തന്റെ വാദത്തിൽ ഊന്നി വ്യക്തമാക്കുന്നത്. യഥാർത്ഥ ഭക്തരായ സ്ത്രീകൾ ശബരിമലയിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ വാദങ്ങൾ രേഖാമൂലമാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. 9 അംഗ ബെഞ്ചിന്റെ മുമ്പാണ് ഈ വാദങ്ങൾ വ്യക്തമാക്കിയത്. നേരത്തെ 17 പേജുകളുള്ള ഒരു വാദങ്ങൾ സർക്കാർ, അതായത് സംസ്ഥാന സർക്കാർ തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനത്തിലെ പൊതു താൽപര്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖരുമായി, ആചാര്യ ശ്രേഷ്ഠന്മാരുമായി ഒക്കെ തന്നെ ആലോചിച്ചേ പാടുള്ളൂ എന്നത് എഴുതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ആ കേസിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തന്ത്രിയിൽ തന്റെ നിലപാട് വാദങ്ങളായി ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എഴുതി നൽകിയിരിക്കുന്നത്. അത് യുവതീ പ്രവേശനം പാടില്ല എന്നാണ്. അത് ദേവന് ഹിതമല്ല. അത് ദേവപ്രശ്നത്തിൽ നേരത്തെ തന്നെ വ്യക്തമായതാണ്. ദേവപ്രശ്നം എന്നുള്ളത് അത് ദേവന്റെ ഹിതം അറിയുന്നതിനാണ്. ദേവന്റെ ശക്തിയാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വെളിപാട് ഉണ്ടാകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്റെ വാദങ്ങൾ എഴുതി നൽകിയിരിക്കുന്നത്. നീലിമ, വളരെ നിർണായകമായ നീക്കമാണ് തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദൈവപ്രശ്നം മുൻനിർത്തിയുള്ള നിലപാടാണ് തന്ത്രി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വോട്ട് വാർത്തകൾ കാണാം. വോട്ട് വാർത്ത